ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ആസ്വാദനത്തിൻ്റെ 178 ദിവസം. ഇന്ന് ശ്രീമന്നാരായണീയം 178 ശ്ലോകം, അതായത് 17ാമത്തെ ദശകത്തിൽ 10ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ വിചാരം ചെയ്ത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ശ്രീഹരിയം എന്ന നിഴൽ നാരായണീയം പാടി നമുക്ക് സമർപ്പിക്കാം. ധ്രുവന്റെ തൻ്റെ സഹോദരനോടുള്ള വാത്സല്യവും അതേപോലെ ശത്രുക്കൾക്ക് നേരെയുള്ള പരാക്രമവും അതിനെല്ലാം ഉപരിയായി ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തിയും ആണ് ഈ ശ്ലോകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനുക്ത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാ ധനദാതുപേതാൽ ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ. ഹേ ദേവാ പുനഃ അസ്മിൻ ഉത്തമേ യക്ഷേണ നിഹതേ സ യക്ഷൈ യുദ്ധനിരതഃ മനൂക്ത്യാ വിരതഃ ശാന്ത്യാ പ്രസന്നഹൃദയാത് ഉപേതാൽ ധനദാൽ മഹാത്മാ
സുദൃഢാം ത്വദ്ഭക്തിം ഏവ ആവൃണോൽ. സുരുചിയുടെ പുത്രനായ ഉത്തമൻ, ധ്രുവന്റെ സഹോദരൻ, ഒരിക്കൽ നായാട്ടിനു പോയി എന്നും കാട്ടിൽ വെച്ച് ഒരു യക്ഷനുമായി യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഉത്തമൻ കൊല്ലപ്പെട്ടു. അപ്പോ ഉത്തമനെ കൊന്ന ആ യക്ഷന്മാരോട് ഭ്രാതൃവത്സലനായ സഹോദര സ്നേഹമുള്ള ധ്രുവൻ യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. പിതാമഹനായ സ്വയംഭൂമനു അതിനെ തടഞ്ഞു. ധ്രുവൻ യുദ്ധം നിർത്തി. യക്ഷന്മാരുടെ രാജാവാണ് വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ, ധനപതി. ധനത്തിന്റെ അധിപനായിരിക്കുന്ന, ധനാധ്യക്ഷനായിരിക്കുന്ന കുബേരൻ എന്താണ് വരം വേണ്ടത്, എന്തു വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞപ്പോ എന്താ ചോദിച്ചത്? ത്വദ്ഭക്തിമേവ, ഗുരുവായൂരപ്പ അവിടുത്തെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി മാത്രം മതി എന്ന് ധ്രുവൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ധ്രുവനെ പട്ടേരിപ്പാട് മഹാത്മാ എന്ന് വിളിച്ചു. ഹേ ദേവാ പുന അസ്മിൻ ഉത്തമേ യക്ഷേണ നിഹതേ. അല്ലയോ ഭഗവാനെ ദേവ, പിന്നെ ഒരിക്കൽ പുനഃ അസ്മിൻ ഉത്തമഃ, ആ ഉത്തമൻ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ടപ്പോ, അല്ലെങ്കിൽ ഒരു യക്ഷൻ ഉത്തമനെ നിഗ്രഹിച്ചപ്പോ, ഉത്തമേ യക്ഷേണ നിഹതേ, ആ ധ്രുവൻ യക്ഷൈ യുദ്ധനിരത, യക്ഷന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ടു. മനൂക്ത്യ വിരത, മനുവിനാൽ, പിതാമഹനായ സ്വയംഭൂമനുവിനാൽ. മനുവിന്റെ പുത്രനാണ് ഉത്താനപാദൻ, ഉത്താനപാദന്റെ പുത്രനാണ് ഉത്താനപാദി എന്നറിയപ്പെടുന്ന സാക്ഷാൽ ധ്രുവൻ. അപ്പോ മുത്തശ്ശൻ പറയണത് കേട്ടിട്ട് യുദ്ധത്തിൽ നിന്ന് വിരമിച്ചു. ശാന്തിയാ പ്രസന്ന ഹൃദയാത്, ആ ധ്രുവന്റെ ശമഗുണം, ക്ഷമാശീലം ഇതൊക്കെ കണ്ടിട്ട് ശാന്തിയിൽ പ്രസന്നചിത്തനായിരിക്കുന്ന ധനതൻ, ആ സാക്ഷാൽ വൈശ്രവണൻ, മഹാത്മാവായ വൈശ്രവണിൽ നിന്ന് എന്ത് വര വാങ്ങിയത്? ത്വദ്ഭക്തിയേവ ആവൃണോൽ, ഒരൊറ്റ വരം. എന്താ വേണ്ടു? ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം എന്നുള്ള വരം നേടി എന്ന് പറയുന്നു. ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനൂക്ത്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാത് ധനദാതുപേതാൽ ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോൻ മഹാത്മാ. ഇനി ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കാം. നാരായണ 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 രാധാ ഗോവിന്ദ. സോദരനാമുത്തമനോ യക്ഷൻ മൂലം മരിച്ചപ്പോൾ യക്ഷന്മാരുമായി ധ്രുവൻ യുദ്ധം തുടങ്ങി. ധ്രുവൻ തൻ്റെ ക്ഷമ കണ്ടു വൈശ്രവണൻ സന്തോഷിച്ചു. അചഞ്ചല ഭക്തിക്കായി ധ്രുവൻ പ്രാർത്ഥിച്ചു. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.